അസുരകുലത്തില് വളരെ പ്രമാണിയായ ശക്തിശാലികളായിട്ടുള്ള രണ്ട് അസുരന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് രംഭൻ എന്നും ഒരാളുടെ പേര് കരംഭൻ എന്നുമാണ്. ഈ രണ്ടുപേരും സഹോദരന്മാരാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. ഇവർ രണ്ടുപേരും കൂടി വളരെ ശക്തമായ നിലയിൽ തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഈ അസുരന്മാർ തപസ് ചെയ്യുന്നത് എപ്പോഴും അവർ ശക്തി നേടി ആ ശക്തി കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ദേവലോകമൊക്കെ പിടിച്ചെടുത്ത് അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അസുരന്മാർ തപസ്സിൽ ഏർപ്പെടുന്നത്. അങ്ങനെ അസുരന്മാർ തപസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരാൾ അഗ്നിയുടെ നടുക്ക് നിന്ന് തപസ് ചെയ്തു, ഒരാൾ നദിയിലിറങ്ങി ജലത്തിൽ നിന്ന് തപസ് ചെയ്തു. ഇവിടെ രംഭൻ നേരെ അഗ്നിയുടെ നടുക്ക് നിന്ന് രംഭൻ തപസ് ചെയ്യുകയാണ്. ഇവിടെ കരംഭനാകട്ടെ ജലത്തിൻ്റെ അടിയിൽ നിന്ന് തപസ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് അതീവമായ ഉഷ്ണത്തിലും ഒന്ന് അതീവമായ ശീതത്തിലുമാണ് തപസ്. ആ രീതിയിലുള്ള തപസ് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഇന്ദ്രൻ ഒരു സംശയം, നമുക്കറിയാം ഇന്ദ്രന്റെ പ്രകൃതം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തു. ഈ അസുരന്മാർ തപസ് ചെയ്തിട്ട് ശക്തി നേടിയാൽ ഈ ശക്തിയുമൊക്കെ ആയിട്ട് നാളെ ഈ അസുരന്മാരെല്ലാവരും എവിടേക്കായിരിക്കും ആദ്യം വരുന്നത്? ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ഇന്ദ്രനും ഒക്കെ തന്നെ ദേവലോകത്ത് നിന്ന് ഭയന്ന് ഓടേണ്ടി വരും, അസുരന്മാരുടെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വരും. ആ അവസരം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ തപസ്സിന് മുടക്കം ഉണ്ടാക്കണം. ആ തപസ്സിന് മുടക്കം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ദ്രൻ ഒരു മുതലയുടെ ആകൃതി സ്വീകരിച്ചിട്ട് നേരെ ഈ നദിയിൽ വന്ന് ഈ ജലാശയത്തിൽ വന്ന് വെള്ളത്തിന്റെ അടിയിലൂടെ വന്നിട്ട് ആ അടിയിൽ വെച്ച് തന്നെ കരംഭനെ വധിച്ചു. അപ്പൊ ഈ കരംഭനെ അവിടെ വെച്ച് തന്നെ വധിച്ചു. ഈ വിവരം അറിഞ്ഞ രംഭൻ വളരെ കോപത്തോടു കൂടി, ദുഃഖത്തോടും കോപവും കൂടി എന്ത് ചെയ്തു? അദ്ദേഹം ഈ ദേവന്മാര് വഞ്ചകന്മാരാണ്. കാരണം ഇപ്പൊ നിലവിൽ യഥാർത്ഥത്തിൽ ഇവര് ദേവന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. തപസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ തപസ് ചെയ്യുന്ന ആളിനെ ആ തപസ് ചെയ്യുന്ന വേളയിൽ ആര് വധിച്ചിരിക്കുന്നു? ദേവന്മാര് വധിച്ചിരിക്കുന്നു. ഈ തപസ് ചെയ്യുന്ന ആൾക്കാർ പോയി ദേവന്മാരെ ആക്രമിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻവിധിയോടുകൂടിയാണ് ആര് ചെയ്ത? ഇന്ദ്രൻ ഈ കരംഭനെ വധിച്ചത്. അപ്പൊ അതൊരു ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ദേവന്മാര് ഈ എത്ര കണ്ടാലും അസുരന്മാരെ ശത്രുഭാവത്തിലുള്ളതാണ്. അതുകൊണ്ട് ദേവന്മാരെ ഈ തപസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് കണ്ട് തന്റെ ശിരസ് ഛേദിച്ച് അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി ആര് തയ്യാറായി? രംഭൻ തയ്യാറായി. അപ്പൊ ശിരസ് അറുത്ത് ഹോമിക്കാൻ വേണ്ടി ആയുധം എടുത്തു. ഈ സമയത്ത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ സാഹസത്തിന് മുതിരുന്നത്? അപ്പം രംഭൻ പറഞ്ഞു, എൻ്റെ അനുജനെ ഇന്ദ്രൻ ചതിച്ചു കൊന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇത്രയും നാൾ തപസ് ചെയ്തിട്ടും എൻ്റെ തപസ്സിൽ ആര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല? ദേവന്മാര് പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ഇനി ഈ ശിരസ് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ജീവൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അഗ്നിദേവൻ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അഗ്നിദേവൻ, കാരണം അഗ്നിയിലേക്കാണല്ലോ ശിരസ് ഇടാൻ ഒരുങ്ങുന്നത്, അഗ്നിദേവൻ ഈ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രംഭൻ പറഞ്ഞു, എനിക്ക് അതിശക്തനായിട്ടുള്ള പുത്രൻ ഉണ്ടാവണം. ഇന്ദ്രനെ തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു പുത്രൻ എനിക്കുണ്ടാവണം. ഇന്ദ്രനാണല്ലോ ഇവരെ ശത്രു. അപ്പൊ ഇന്ദ്രനെ തന്നെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു പുത്രനെ എനിക്ക് പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞു. അഗ്നിദേവൻ പറഞ്ഞു, തീർച്ചയായും വരം കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു, നിനക്ക് ഉടനെ തന്നെ അങ്ങനെ ഒരു പുത്രനെ ലഭിക്കും എന്ന് പറഞ്ഞു. ഈ പുത്രനെ ലഭിക്കുമെന്നുള്ള വരം കൊടുത്തതോടുകൂടി ഈ രംഭനില് പുത്ര ഉൽപാദനത്തിനുള്ള ത്വര വർദ്ധിച്ചു. അപ്പൊ പുത്രോൽപാദനത്തിനോടുള്ള ത്വര വർദ്ധിച്ച രംഭൻ ആ പുത്രോൽപാദനത്തിന് ഉചിതമായ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ രംഭന് വഴിമധ്യത്തിൽ വെച്ച് അവിടെ ഒരു എരുമയെ കണ്ടുമുട്ടേണ്ടി വന്നു. യക്ഷകവാടത്തിൽ വെച്ചൊരു വലിയ മതിച്ചു നിൽക്കുന്ന ഒരു എരുമയെ കണ്ടുമുട്ടേണ്ടി വന്നു. ആ എരുമയെ കണ്ട സമയത്ത് മനോനിയന്ത്രണം നഷ്ടപ്പെട്ട രംഭന് അവിടെ ആ എരുമയിൽ തൻ്റെ സന്താന ഉൽപാദനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അതായത് അതിന് അടിമപ്പെട്ടു. മൃഗീയമായ കാഴ്ചപ്പാടോടുകൂടി വികാരത്തിന് അടിമപ്പെടുമ്പോൾ മനുഷ്യന് വിവേകം നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഒരാൾ പോയിട്ട് എങ്ങനെയാണ് എരുമയിൽ ഗർഭധാനം നടത്തുന്നതെന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇവിടെ ഇതിന് അർത്ഥമെടുക്കേണ്ടതാണ്, വികാരത്തിന് അടിമപ്പെടുമ്പോൾ മനുഷ്യൻ എന്ത് നഷ്ടപ്പെടും? വിവേകം നഷ്ടപ്പെടും, തിരിച്ചറിവ് നഷ്ടപ്പെടും.
തിരിച്ചറിവുള്ളവനല്ലേ മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ള ബോധമുള്ളത്. മനസ്സിലല്ലേ? അപ്പൊ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ആളായിട്ട് ആര് മാറി? ഇവിടെ ഈ രംഭൻ മാറി. അങ്ങനെ രംഭൻ നേരെ ഈ എരുമയെ പ്രാപിച്ചു. ആ എരുമയെ എന്ത് ചെയ്തു? തന്റെ പത്നിയായിട്ട് കൂട്ടി ആ എരുമയെ കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് എത്തി. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ എരുമയെ ഇഷ്ടപ്പെട്ട മറ്റൊരു പോത്ത്, മനസ്സിലായില്ലേ? അപ്പൊ ആ പോത്ത് തന്റെ കാമുകിയായ എരുമയെ തിരക്കി വരികയാണ്. അപ്പൊ ആ എരുമയെ തിരക്കി വരുന്ന ആ വേളയില് നോക്കുമ്പോൾ ഈ എരുമ ആരോടൊപ്പം താമസിക്കുന്നു? രംഭന്റെ കസ്റ്റഡിയിലാണ്, താമസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പോത്ത് നേരെ വന്നിട്ട് ഈ എരുമയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ എരുമയെ ആക്രമിച്ച് കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു ബലമായി. എരുമയാകട്ടെ രംഭനെ വിട്ടു പോകാൻ അങ്ങോട്ട് തയ്യാറുമല്ല. അങ്ങനെയുള്ള ആ അവസ്ഥ വന്നപ്പോൾ രംഭൻ തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ എന്തായാലും അബദ്ധവശാലാണെങ്കിൽ എവിടെ എത്തി? എരുമയിൽ എത്തപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എരുമയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രംഭൻ അവിടെ ആയുധമൊക്കെ എടുത്ത് രംഗത്ത് വന്നു. അവസാനം ഈ പോത്തിന്റെ ഇടി കൊണ്ട് ആര് മരിച്ചു? രംഭൻ മരിച്ചു. അപ്പൊ രംഭൻ മരിച്ചതോടുകൂടി ഈ പോത്ത് എരുമയുടെ നേരെ തിരിഞ്ഞു. എരുമ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് മുമ്പ് മേഞ്ഞിരുന്ന യക്ഷ കവാടത്തിലേക്ക് എത്തപ്പെട്ടു. ഈ യക്ഷ കവാടത്തിലേക്ക്, യക്ഷന്മാരെന്ന് പറഞ്ഞാൽ ഈ കുറേയധികം മായാവിദ്യകളൊക്കെ വശമായിട്ടുള്ള ദേവന്മാർക്ക് തൊട്ടു താഴെയുള്ള ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ആര്? ഈ യക്ഷനും യക്ഷി എന്നൊക്കെ പറയുന്ന സങ്കല്പം എന്ന് പറയപ്പെടുന്ന ഈ യക്ഷന്മാരുടെ കവാടത്തിലേക്ക് എത്തപ്പെട്ടു. യക്ഷന്മാരുടെ കവാടത്തിൽ എത്തപ്പെട്ടുകൊണ്ട് എരുമ അഭയം പ്രാപിച്ചു. അപ്പൊ യക്ഷന്മാരെല്ലാവരും ചേർന്ന് രംഗത്തേക്ക് വന്നു. ഇവർ രംഗത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? ഈ പോത്തിനെയും അവർ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ എരുമയുടെ അഭ്യർത്ഥന പ്രകാരം ഈ മരണപ്പെട്ട രംഭന്റെ ശരീരം എന്ത് ചെയ്തു? അഗ്നിയിൽ ചിതയൊരുക്കി ചിതയിൽ ഹോമിക്കാൻ വേണ്ടി തയ്യാറായി. ഈ ചിതയിൽ ഹോമിക്കുന്ന വേളയിൽ ഈ ഗർഭിണിയായിട്ടുള്ള എരുമ ഭർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? നേരെ ഈ അഗ്നിയിലേക്ക് എടുത്ത് ചാടുകയുണ്ടായി. ആ അഗ്നിയിലേക്ക് എടുത്ത് ചാടി, അഗ്നിയിലേക്ക് ചാടിയിട്ട് തന്റെ ജീവൻ അവിടെ ഉപേക്ഷിച്ചു. അപ്പൊ പൂർണ്ണ ഗർഭിണിയാണല്ലോ. ആ ഗർഭവതിയായിട്ടുള്ള എരുമയാണ് അഗ്നിയിലേക്ക് ചാടിയത്. അപ്പൊ ഈ കുഞ്ഞ് ഇന്ദ്രനേക്കാൾ ശക്തനായി, ഇന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന കുഞ്ഞായിരിക്കുമെന്ന് അനുഗ്രഹം കൊടുത്ത ആളാരാ? അഗ്നിദേവനാണ്, അല്ലേ? അപ്പൊ അഗ്നിദേവൻ വരം കൊടുത്തതായതുകൊണ്ടും ആ അഗ്നിദേവൻ ഈ കൊടുത്ത വരം സഫലമാകണമെങ്കിൽ എന്ത് വേണം? ഈ കുഞ്ഞ് മരിക്കാതിരിക്കണം. അതുകൊണ്ട് തന്നെ അഗ്നിദേവൻ ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത്, അഗ്നിയിലേക്കാണല്ലോ ചെന്ന് വീണത്, അഗ്നിദേവൻ ഏറ്റെടുത്ത് അഗ്നിയിൽ നിന്ന് ഈ കുട്ടി പുറത്തേക്ക് വന്നു. അവന് മാത്രം മരണം ഉണ്ടായില്ല. മനസ്സിലായില്ലേ? അവിടെ രംഭന്റെ ശരീരം കത്തി, എരുമയുടെ ശരീരവും കത്തി, അത് ചാമ്പലായി. പക്ഷേ ആ കുഞ്ഞ് അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ ഈ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ കുട്ടിയെയാണ് ഇവിടെ മഹിഷാസുരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, മഹിഷത്തിന്റെ പുത്രനായി വരുന്ന കുട്ടിയാണ്. ഇവിടെ ഒരു പോത്തിന്റെ ശിരസിന്റെ പ്രതീകമാണ് തലയ്ക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ പ്രതീകമാണ് പോത്ത്. മനസ്സിലായില്ലേ? ജ്ഞാനത്തിന്റെ പ്രതീകമല്ല, അജ്ഞാനത്തിന്റെ പ്രതീകമായിട്ടാണ്. കാരണം എന്താ? ഈ വകതിരിവ് ഒട്ടും ഇല്ലാത്ത നമ്മൾ ചില ആൾക്കാരെ പറഞ്ഞില്ലേ, ഓ അവനൊക്കെ ഒരു പോത്താണ്. നാട്ടിൽ ചിലപ്പോൾ നമ്മൾ പറയാറില്ല ചില ആൾക്കാരെ കുറിച്ച്, എന്താ ഓ ഇവനൊക്കെ പോത്തിന്റെ സ്വഭാവമാണ്. എന്താ? വകതിരിവില്ലാത്തവനാണോ? അല്ലാതെ പോത്തിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ പുല്ലും നിന്ന് കാടിയും കുടിച്ച് കിടക്കുന്നുള്ളതുകൊണ്ടാണോ? ആണോ? എന്താ? വകതിരിവില്ലാത്തവൻ. മനസ്സിലായില്ലേ? അപ്പൊ വകതിരിവില്ലാത്ത ആളായിട്ട് ആണ് ആരെ കാണുന്നത്? ഇവിടെ ഈ മഹിഷാസുരൻ അങ്ങനെ വന്നു. അപ്പൊ ഇവിടെ ഈ രംഭൻ ഇതേ സമയത്ത് അഗ്നിയിൽ അദ്ദേഹം മരണപ്പെട്ടു എങ്കിലും അദ്ദേഹം വീണ്ടും പുനർജനിച്ചു രക്തബീജൻ എന്ന പേരില്. ആ രക്തബീജനെ പിന്നീട് നമുക്ക് ശുംഭ നിശുംഭ വധത്തിന്റെ ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വന്ന ഈ മഹിഷാസുരൻ എന്ത് ചെയ്തു? തപസ് ചെയ്തു. തപസ് ചെയ്ത മഹിഷാസുരന് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി ഒരുപാട് വരങ്ങൾ മേടിച്ചു. അതിലെ പ്രധാനപ്പെട്ട ഒരു വരം മരണമുണ്ടാകരുതെന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു അത് മാത്രം സാധ്യമല്ല, ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? മരണം ഉറപ്പാണ്. ആ കാര്യത്തിൽ മാത്രം ഒരു മാറ്റം ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് പകരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ എനിക്ക് മരണമുണ്ടാകാം. അയോനിജയായ സ്ത്രീയുടെ കൈകൊണ്ടേ മരണമുണ്ടാവും. എന്താ കാരണം? അയോനിജ എന്ന് പറഞ്ഞാൽ യോനിദത്തമല്ല, അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ ഇല്ല എന്നുള്ളതാണ് ആരുടെ ധാരണ? ഇവിടെ ഈ മഹിഷാസുരന്റെ ധാരണ. ഇനി സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അജ്ഞാനത്തിൽ നിൽക്കുന്നത് കൊണ്ടും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശക്തി ഇല്ലാത്തവൾ, മനസ്സിലായില്ലേ, എന്ന ഒരു ഭാവമാണ് ആർക്കുള്ളത്? ഈ മഹിഷാസുരന് ഉള്ളത്. മഹിഷാസുരൻ ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. എന്തായാലും
നമ്മളെ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും മരുത്തൻകോട് വഴിയൊന്നും പോയിട്ടുണ്ടാവില്ല, കേരളം വഴി ഒട്ടും പോയിട്ടുണ്ടാവില്ല. കേരളം വഴിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലേ മഹിഷാസുരൻ ഒരിക്കലും ഈ വരം ചോദിക്കത്തില്ല. അപ്പൊ എന്തായാലും മഹിഷാസുരൻ അങ്ങനെ ഒരു വരം ചോദിച്ചു. അപ്പൊ ആ വരം ഒക്കെ ചോദിച്ചു. അങ്ങനെ ആ വരം ഒക്കെ നേടിയതോടുകൂടി മഹിഷാസുരൻ വലിയ യുദ്ധങ്ങളൊക്കെ നടത്തി ദേവലോകം ആക്രമിച്ച് കീഴടക്കി, അതുപോലെ തന്നെ മാനവലോകം ആക്രമിച്ച് കീഴടക്കി, സർവ്വതും ഇങ്ങനെ കീഴടക്കി. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ എത്തിയപ്പോ ഇതിൽ നിന്ന് എങ്ങനെയാണ് മോചിക്കപ്പെടേണ്ടത്? ദേവന്മാർക്ക് രാജ്യം നഷ്ടപ്പെട്ടു. ദേവന്മാരെല്ലാവരും ഇതിനൊരു വഴി തേടി ത്രിമൂർത്തികൾ നടത്തിയെന്നു. ത്രിമൂർത്തികളും നാരദ മഹർഷി എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചർച്ച തുടങ്ങി. എങ്ങനെയാണ് ഈ മഹിഷാസുരനെ നിഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ അവനൊരു വരം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? അയോനിജയായ സ്ത്രീയെ കൊണ്ട് മാത്രമേ വധിക്കാൻ പറ്റൂ. അപ്പൊ അയോനിജയായ സ്ത്രീ വേണമല്ലോ. അങ്ങനെയുള്ള ചിന്ത വന്നപ്പോ ത്രിമൂർത്തികളിൽ നിന്നും മൂവരിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു. ആ ശക്തിയിൽ അവിടെ സാക്ഷാൽ 18 കരങ്ങളോടുകൂടി മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 18 കരങ്ങളിൽ ആയുധത്തോടു കൂടി മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ട് സിംഹവാഹനത്തിൽ വന്ന് ആ ദേവി പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഓരോ ദേവന്മാരും അവരവരുടേതായ കഴിവുകളെ മുഴുവൻ ആരിലേക്ക് കൊടുത്തു? മഹാലക്ഷ്മിയിലേക്ക് കൊടുത്തു. ഓരോരുത്തരും ഓരോ കയ്യിൽ ആയുധങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ ആയുധങ്ങളുമൊക്കെയായി 18 കരങ്ങളിൽ ആയുധങ്ങളോടുകൂടി വന്ന ദേവിയെ ദേവന്മാരെല്ലാവരും കയറി അഭയത്തിന് വേണ്ടി സ്തുതിച്ചു. അങ്ങനെ സ്തുതിയൊക്കെ കേട്ട് ദേവി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ സ്തുതിച്ചത്? എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ട കർമ്മം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മഹിഷാസുരൻ എന്നൊരു അസുരനുണ്ട്. ആ അസുരനെ വധിക്കണമെങ്കിൽ അയോനിജയായ ഒരു സ്ത്രീക്ക് സാധിക്കൂ. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം? മഹിഷാസുരനെ നിഗ്രഹിച്ച് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ശരി, ദേവി പറഞ്ഞു, ഉടൻ തന്നെ ഞാൻ മഹിഷാസുരനെ തേടി പോകുന്നുണ്ട്, അവനെ ഞാൻ വധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവി വളരെ അട്ടഹാസത്തോടു കൂടി തമോഭാവത്തെ വീണ്ടെടുത്തു. ദേവിയുടെ തമോഭാവം കറുത്ത രൂപമാണ്. കാളീഭാവം എന്നുകൂടി വന്നു ചേർന്നു. അങ്ങനെ കാളീഭാവ സ്വരൂപിണിയായ ദേവി എവിടേക്ക് എത്തി? മഹിഷാസുരന്റെ കൊട്ടാരത്തിനടുത്തേക്ക് എത്തി. മഹിഷാസുരൻ ദേവിയുടെ അലർച്ച അട്ടഹാസം കേട്ടുകൊണ്ട് മഹിഷാസുരൻ ചോദിച്ചു, ഏതവനാണ് എന്നെ ഭയമില്ലാത്തവൻ ഈ ഭൂമിയിൽ? അങ്ങനെയുള്ളവൻ ഏതവനാണ് അട്ടഹസിക്കുന്നത്? ഈ മഹിഷാസുരനാണ് ഇന്ന് ഈ ത്രിലോകത്തിനും അധിപനെന്ന് അറിയില്ലേ? അങ്ങനെ അട്ടഹസിക്കാൻ, ഇത്ര ശബ്ദത്തിൽ അട്ടഹസിക്കാൻ സാധിക്കുന്നവനെ ഉടനെ പോയി വധിക്കാൻ പറഞ്ഞ് സൈന്യങ്ങളെ വിട്ടു. ഈ സൈന്യങ്ങള് വരുന്ന സമയത്ത് അവര് കാണുന്നത് 18 കരങ്ങളിൽ ആയുധത്തോടു കൂടി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് കാണുന്നത്. ആ സ്ത്രീയെ കണ്ടതോടുകൂടി ഇവരെല്ലാവരും കൂടി വന്ന് എന്തു പറഞ്ഞു? അവിടെ നിൽക്കുന്നത് മുഴുവൻ ആരാണ്? അവിടെ നിൽക്കുന്നത് ഇങ്ങനെ 18 കരങ്ങളോട് കൂടി ഒരു സ്ത്രീയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രമേ മഹിഷാസുരൻ ചോദിച്ചു, സ്ത്രീയോ? അതും 18 കരങ്ങളോട് കൂടിയോ? അവൾ ഏതെങ്കിലും രാക്ഷസി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാതാളവാസിയായ യക്ഷി ആയിരിക്കാം, അല്ലാതെ വേറൊരു രൂപത്തിൽ വരാൻ സാധ്യതയില്ല. അപ്പൊ പറഞ്ഞു ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് മഹിഷാസുരൻ ഈ 18 കരങ്ങളോട് കൂടി ഇത്രയും ശക്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നു, സിംഹവാഹനമാണ്. അപ്പൊ മഹിഷാസുരൻ പറഞ്ഞു, ഒന്നുകിൽ അവളെ വധിക്കുക, ഇല്ലെങ്കിൽ അവൾ അത്ര ശക്തിശാലിയാണ് എങ്കിൽ ശക്തിയുള്ളവളെ എന്ത് ചെയ്യണം? കൂടെ കൂട്ടുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ അവളെ തന്റെ പട്ടമഹിഷിയാക്കാം, കല്യാണം കഴിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അവളുടെ ശക്തി കൂടി തന്റെ ഭാഗത്ത് വന്നാൽ പിന്നെ തന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുകൂടി പറഞ്ഞ് മന്ത്രിയെ അവിടേക്ക് അയച്ചു. അങ്ങനെ മന്ത്രിയായ ചക്ഷുരൻ നേരെ ചെന്നു. ദേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് തന്ത്രപൂർവ്വം ദേവിയോട് പറഞ്ഞു, ഞാൻ വരുന്നത് മഹിഷാസുരന്റെ അടുത്തു നിന്നാണ്. മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ വലിയ ശക്തിമാനാണ്, ദേവന്മാർക്ക് പോലും ഭയമാണ്. മഹിഷാസുരന്റെ ശക്തിയെ പേടിച്ച് ദേവന്മാരെല്ലാം, ത്രിമൂർത്തികൾ വരെ അവരുടെ വാസകേന്ദ്രം ഉപേക്ഷിച്ചു പോയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ആ മഹിഷാസുരന്റെ പട്ടമഹിഷിയായി സർവ്വവിധമായ ശക്തിശാലിയായിട്ട് നിനക്ക് വാഴാം. അതുകൊണ്ട് നീ വരാൻ പറഞ്ഞു. കാരണം നീ കറുത്തിരിക്കുകയാണെങ്കിൽ നീ ശക്തിശാലിയാണ്. ആ ശക്തി മഹിഷാസുരന് ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ദേവി പറഞ്ഞു, ഞാൻ ലോകമാതാവാണ്. ഞാൻ അങ്ങനെ ഒരു മഹിഷാസുരന്റെ പട്ടമഹിഷിയാവാൻ വന്നവളല്ല. എനിക്കൊരു നാഥനുണ്ട്. ചില സമയത്ത് ഞാൻ ലക്ഷ്മിയാവും. മനസ്സിലായില്ലേ? ആ സമയത്ത് നാരായണൻ എനിക്ക് നാഥനാണ്. ചില സമയത്ത് ഞാൻ ശക്തിയാവും. ആ സമയത്ത് ശിവൻ നാഥനാണ്. ചില സമയത്ത് ഞാൻ സരസ്വതിയാവും, അവിടെ ബ്രഹ്മാവും. ഇങ്ങനെ ലോകനാഥയായി ലോകത്തെ പാലിക്കുന്നവളാണ് ഞാൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ്? നീ ഈ വന്ന് പറഞ്ഞിരിക്കുന്ന മഹിഷാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന്, കൊല്ലാൻ വേണ്ടി വന്നവളാണ്. അല്ലാതെ കല്യാണം കഴിച്ച് ഭാര്യയായി താമസിക്കാൻ വന്നതല്ല
എന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇനി അഥവാ എൻ്റെ കയ്യാൽ മരണം വരണ്ട എന്നുണ്ടെങ്കിൽ, കാരണം ഇത്രയും പറഞ്ഞ് പുകഴ്ത്തിയ മഹിഷാസുരനെ പോലെ ഒരാള് സ്ത്രീയുടെ കൈകൊണ്ട് മരിച്ചു എന്ന് വന്നാൽ അതിന്റെ നാണക്കേടായിരിക്കാം മഹിഷാസുരനാണ്. അതുകൊണ്ട് മരണം വരണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതുവരെ പിടിച്ചെടുത്തത് മുഴുവൻ തിരിച്ചു കൊടുത്തിട്ട് പൊയ്ക്കോളാൻ പറയാൻ. പാതാളത്തിലേക്ക് പോയി അവനവന്റെ സ്ഥലത്ത് പോയി അടങ്ങി ഒതുങ്ങിയിരുന്നോണം. മറ്റുള്ളവരുടെ അടുത്ത് പോയി പിടിച്ചു പറിക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം എന്ന് പറഞ്ഞു ദേവി അവനെ മടക്കി അയച്ചു. ഇവൻ നേരെ വന്ന് ഇതെല്ലാം ആരോട് പറഞ്ഞു? മഹിഷാസുരനോട് പറഞ്ഞു. മഹിഷാസുരന്റെ കോപം വർദ്ധിച്ചു. അങ്ങനെ പറയുന്ന ഒരുവളോ, അങ്ങനെ പറയാൻ ശക്തിയുള്ള ഒരുവളോ, എന്നെ ഭയപ്പെടുത്തി ഭീരുവാക്കുന്നവളോ, അങ്ങനെയാണെങ്കിൽ ഏത് വിധേയനെയും അവളെ എന്ത് ചെയ്യണം? ആക്രമിച്ചു വധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചർച്ച നടക്കുമ്പോൾ ഈ ചർച്ചയിൽ മറ്റൊരു മന്ത്രി പറഞ്ഞു, മഹിഷാസുര, എന്തോ ആപത്തുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ? ഒരു സ്ത്രീ വന്ന് അങ്ങയെപ്പോലെ ഒരാളെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേക്കൊരു വരം കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ വരം? സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആപത്തുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അതുകൊണ്ട് യുദ്ധത്തിന് പോകരുത് എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ നമ്മൾ സാധാരണഗതിയിൽ പറയും, ഈ വിനാശകാലത്ത് എത്ര നല്ല ഉപദേശം കിട്ടിയാലും അല്ലേ അതിനെ ഉൾക്കൊള്ളില്ല. മഹിഷാസുരൻ അഹങ്കാരം കൊണ്ട് നിൽക്കുന്ന മഹിഷാസുരൻ ആ വരവത്തിന്റെ മഹത്വമൊക്കെ കളഞ്ഞു. മഹിഷാസുരൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും ഒരു സ്ത്രീക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വലിയ സൈന്യത്തെ റെഡിയാക്കി അവിടെ ആ വിരൂപാക്ഷൻ എന്ന് പറയുന്ന മന്ത്രിയെ, സൈനാധിപനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് അയച്ചു. അങ്ങനെ വിരൂപാക്ഷൻ വലിയ സൈന്യത്തോടെ വന്നു. ആ സൈന്യത്തോടെ വന്ന വിരൂപാക്ഷൻ അവിടെ വന്ന് ഈ ദേവിയോട് ആദ്യമേ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു. നിനക്ക് ഇനിയും തെറ്റിതിരുത്താൻ സമയമുണ്ട്, നീ ആരുടെ പത്നിയാവണം? മഹിഷാസുരൻ എന്നൊക്കെ പറഞ്ഞു. ദേവി പറഞ്ഞു, നീയും വിഡ്ഢിയാണോ? നീ യുദ്ധം ചെയ്ത് നീ എന്നെ ജയിക്കുക, അതിന് ശേഷം നീ പറയുന്നത് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിശക്തമായ യുദ്ധത്തിൽ അവിടെ വിരൂപാക്ഷനെ വധിച്ചു. വിരൂപാക്ഷനെ വധിച്ചതോടുകൂടി അടുത്ത അസുരനെ വിട്ടു, താമ്രൻ എന്ന് പറയുന്ന അസുരനെ വിട്ടു. ആ താമ്രനെയും വധിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഷ്കളൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള മഹിഷാസുരന്റെ വിശ്വസ്തനായ ആളിനെ വിട്ടു. അങ്ങനെ ആ അതിശക്തനായിട്ട് വന്ന ആ ഭാഷ്കളനെയും ദേവി പിടിച്ചു കെട്ടിയിട്ട് തന്നെ തൃശൂലം കൊണ്ട് അവന്റെ മാറിടം പിളർന്ന് നേരെ ദേവി അവനെയും വധിച്ചു. അങ്ങനെ ഓരോ ആൾക്കാരെയും വധിച്ചു. അത് കഴിഞ്ഞ് അസീമലോപനും വിടാലനും അങ്ങനെ തുടങ്ങിയ എല്ലാ അസുരന്മാരും ഓരോരുത്തരായി വരുന്നു. ദേവിയുടെ ഉഗ്രഭാവത്തോടു കൂടി ദേവി അവരെല്ലാവരെയും വധിച്ചു. അങ്ങനെ ഇവരെല്ലാവരും വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ നേരെ മഹിഷാസുരൻ നേരിട്ട് ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ മഹിഷാസുരൻ ദേവിയുടെ അടുത്തേക്ക് വന്ന് ദേവിയുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായി വരുന്ന മഹിഷാസുരൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ദേവിയോട് ഇത്രയും പേരെയും വധിച്ച വൃത്താന്തം മറന്നുകൊണ്ട് മഹിഷാസുരൻ പറയാണ്, നിനക്ക് ഞാനൊരു അവസരം തരാം. എന്താണ്? ഇതുവരെ ഉള്ളവരെയൊക്കെ കൊന്നതൊക്കെ ഞാൻ ക്ഷമിച്ചു, നീ എൻ്റെ ഭാര്യയായാൽ മതി. മനസ്സിലല്ലേ? ആ സമയത്ത് മഹിഷാസുരനോട് ദേവി ചോദിക്കുന്നു, നീയാണോ, നിനക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഇത്രയും പേര് മരിച്ചത്? കാരണം എന്താ? ആ മരിച്ചവരോട് പോലും നിനക്ക് നന്ദിയില്ലാത്തവനാണല്ലോ. ഇത്രയും പേര് നിനക്ക് വേണ്ടി മരിച്ചപ്പോ അവരെ മറന്നു കളഞ്ഞിട്ട് വീണ്ടും എന്നെ മോഹിക്കുന്ന നീ വെറും വിഡ്ഢിയാണല്ലോ, അജ്ഞാനിയാണല്ലോ എന്നൊക്കെ ആര് പറയുന്നു? ദേവി തിരിച്ചു. അങ്ങനെ അവസാനം ദേവിയും മഹിഷാസുരനും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധമാണ് നമ്മൾ 9 ദിവസം നീണ്ടു നിന്ന, മനസ്സിലായില്ലേ, ആ യുദ്ധമായിട്ട് കാണപ്പെടുന്നത്. ആ 9 ദിവസങ്ങളിൽ 9 ഭാവത്തിലായി 3 ഭാവങ്ങളിൽ പ്രധാനമായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന ഭാവത്തിലൂടെ ദേവി അങ്ങനെ മഹിഷാസുരനുമായി യുദ്ധം ചെയ്ത് അജ്ഞാനത്തിന്റെ പ്രതീകമായ മഹിഷാസുരനെ ഏറ്റവും ഒടുവിൽ ദേവി എന്ത് ചെയ്തു? അങ്ങനെ പിടിച്ചു കെട്ടി ആ മഹിഷാസുരന്റെ ശിരസ് ഛേദിച്ച് മഹിഷാസുരനെ വധിച്ചു. അതോടുകൂടിയാണ് ദേവിക്ക് മഹിഷാസുര മർദ്ദിനി എന്നൊരു പേര് വരുന്നത്. അതാണ് നമ്മൾ നവരാത്രി എന്ന സങ്കല്പത്തിൽ ആചാരമായിട്ട് വരുന്നത്. അപ്പൊ അജ്ഞാനത്തെ ഇല്ലാതെ, അതാണ് അജ്ഞാനത്തിന്റെ പ്രതീകം. പോത്തിന്റെ തല എന്ന് പറഞ്ഞാൽ മഹിഷം എന്ന് പറഞ്ഞാൽ പോത്തിന്റെ ശിരസ്. ഈ പോത്തിന്റെ ശിരസോട് കൂടിയ ആ അജ്ഞാനത്തെയാണ് ഹനിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് 10ാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞ് ആയുധത്തോടു കൂടി നിൽക്കുന്ന ദേവിയെ അല്ല നമ്മൾ പൂജിക്കുന്നത്. നവരാത്രിയിലാണോ? 10ാമത്തെ ദിവസത്തെ ദേവിയുടെ സങ്കല്പം ഏതാ? സരസ്വതിയാണ് അല്ലേ? വിദ്യയുടെ ദേവതയായ സരസ്വതിയാണ്. അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് വിദ്യാരംഭം കുറിക്കുന്ന ജ്ഞാനത്തിലേക്ക്. അപ്പൊ വിദ്യാരംഭം യഥാർത്ഥത്തിൽ എന്തിനാണ്? അജ്ഞാനത്തെ കളയാനാണ് അല്ലേ? അപ്പൊ നമ്മൾ ആ വിദ്യാരംഭത്തിൽ ആദ്യം എഴുതുന്ന അക്ഷരാവലികൾ ഏതാ? ഏത് അക്ഷരാവലികളാണ് എഴുതുന്നത്?
ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. എന്തിനാ ഇത് എഴുതുന്നത്? ഓം എന്ന് നമ്മൾ പറഞ്ഞു പ്രണവ മന്ത്രമാണ്. അപ്പം മംഗളവാചിയാണ്. ജീവിതം മുഴുവൻ മംഗളമാക്കാനുള്ള, മനസ്സിലല്ലേ, ജ്ഞാനത്തെ നേടാനായതുകൊണ്ടാണ് ആദ്യം തന്നെ പ്രണവ മന്ത്രമായ ഓംകാരം രചിച്ചത്. അത് കഴിഞ്ഞാൽ ഹരി ശ്രീ, ഹരിക്കുക. എന്തിനെ? അജ്ഞാനത്തെ. ഹരി എന്ന നാമം തന്നെ വിഷ്ണുവിന്റെ പേരാണ്. പക്ഷെ ഹരിക്കുക എന്നുള്ള അർത്ഥമുള്ളത് കൊണ്ടാണ് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഹരി എന്ന് വിളിക്കുന്നത്. ഹരനും ഹരിയും ഇല്ലേ? ഹരനാരാ? ഹരനാരാ? ഹരൻ ശിവൻ, ഹരി വിഷ്ണു. മനസ്സിലായില്ലേ? അജ്ഞാനികളെയല്ലേ ഇവർ രണ്ടുപേരും ഇല്ലാതാക്കുന്നത്. അപ്പൊ അജ്ഞാനത്തെ ഹരിച്ച്, ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, ഐശ്വര്യം. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഐശ്വര്യം തരുന്ന എന്താ? അറിവാണ്, വിദ്യയാണ്. അപ്പൊ അജ്ഞാനത്തെ കടന്ന് അറിവിനെ തരുന്ന, അപ്പൊ ഹരി ശ്രീ ഗണപതയെ. അവിടെ ഗണപതിയല്ല, ഗണപതയെ, അതായത് സർവഗണങ്ങളുടെയും പതിയായവൻ ഈശ്വരൻ. അത് ഗണപതി എന്നും പറയാം, ഏത് ദേവന്റെ പേരിലും വിളിക്കാം. മനസ്സിലായോ? അപ്പൊ അവിടെ സർവ ഗണങ്ങളുടെയും പതി. സർവഗണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്ന, മനസ്സിലായില്ലേ, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന, നമ്മൾ ഇന്നത്തെ സയൻസിൽ പറഞ്ഞാൽ കണിക എന്നൊക്കെ പറയത്തില്ലേ, ഏറ്റവും ചെറിയ വസ്തുവിനെ എന്ത് പറയും? കണിക എന്ന് പറയും. ആ ചെറിയ ചെറിയ കണികകൾ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യനും മൃഗവും കല്ലും തടിയും ഒക്കെ ഈ കണികകൾ തമ്മിൽ ചേർന്നിട്ടാണ് ആ സർവഗണങ്ങളുടെയും പതി. അത് ഈശ്വരനാണ്. ആ ഈശ്വരനെ അറിയാൻ വരെയുള്ള ജ്ഞാനം, മനസ്സിലായില്ലേ? ജീവിതത്തിനുള്ള ജ്ഞാനം, അതുപോലെ പരിപൂർണമായ അജ്ഞാനം മാറിയാൽ ഈശ്വരാനുഭവം ഉണ്ടാവും. അതിലേക്ക് എത്താനുള്ളതാണ് അക്ഷരം. അക്ഷരം കുറിക്കുക. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ?